അറസ്റ്റ് ചെയ്യോ? ഹൈക്കോടതിയെ അവസാനം പറഞ്ഞത് എന്താണ്? നിങ്ങൾ ഞാനും ആ വിധി വായിച്ചിട്ടില്ലേ? ഇത് അന്വേഷണ സംഘത്തിൻ്റെ മെല്ലപ്പോക്കാണ്. യഥാർത്ഥ നേതൃത്വം വഹിച്ചവരെ ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല. കോടതി പറഞ്ഞു ഉന്നതന്മാരിനിയും ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്, അവരെ പിടിക്കാനുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു മോഷണ കേസാണല്ലോ ഇത്. ആത്യന്തികമായിട്ട് സംഘടിത മോഷണം, ഗൂഢാലോചന, അതെല്ലാം ഉണ്ട്. എവിടെ പോയി നഷ്ടപ്പെട്ട സ്വർണം? അത് വീണ്ടെടുക്കണ്ടേ? ഒന്നത് ശബരിമലയ്ക്ക് കിട്ടണം, വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, സ്വത്ത് സംരക്ഷണത്തിൻ്റെ ഭാഗമാണ്. രണ്ട്, കേസിൻ്റെ എവിഡൻസിൻ്റെ കൂടി ഭാഗമാണ്. നഷ്ടപ്പെട്ട മോഷണ വസ്തുക്കൾ കണ്ടെത്തി അത് തെളിവിൻ്റെ ഭാഗമാക്കിയിട്ട് സമർപ്പിക്കുക എന്നുള്ളതും കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. SITയുടെ അന്വേഷണം പൂർണ്ണ തൃപ്തിയല്ലെന്ന് ആദ്യം പറഞ്ഞത് ഒരുപക്ഷെ ഞങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പറഞ്ഞിട്ടുണ്ട്. SIT അന്വേഷണം പൂർണ്ണ സംതൃപ്തിയുള്ളതല്ല. കാരണം അതിൽ കേരള സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ചരടുണ്ട് അവരുടെ പിന്നിൽ. അതുകൊണ്ടാണ് അതിൽ പൂർണ്ണ സംതൃപ്തിയില്ല എന്ന് കോടതിയും പറഞ്ഞിട്ടുണ്ട്. കോടതി വിധിയിലെ വാക്യങ്ങൾ അത് തന്നെയല്ലേ? കോടതിയുടെ മുമ്പിലുള്ളതാണ്, കോടതി തീരുമാനിക്കട്ടെ. പല സ്ഥലങ്ങൾ, പാലക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അജ്ഞാത വോട്ടർമാർ ഈ SIRന് ശേഷം അത് പരിശോധിക്കേണ്ട വിഷയമാണ്. SIRൽ ഒരുപാട് അപാകതകളുണ്ട്, ASD ലിസ്റ്റിൽ ഒരുപാട് അപാകതകളുണ്ട്. അത് പരിഹരിക്കണം. ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. സമയം ഇതിൻ്റെ അകത്ത് കിട്ടിയിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പും SIRും ഒരുമിച്ച് വന്നത് ജനങ്ങൾക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും വലിയ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെ സുപ്രീം കോടതിയിൽ തന്നെ കേസുണ്ട്. കോടതിയുടെ നിർദ്ദേശം പോലും ഇലക്ഷൻ കമ്മീഷൻ വേണ്ടത്ര ഗൗരവത്തിൽ പരിഗണിച്ചിട്ടില്ല എന്നുകൂടെ മനസ്സിലാക്കാം. BJPക്ക് വലിയ ഭൂമുണ്ടായ മണ്ഡലങ്ങളിലൊക്കെ പെട്ടതാണ് പാലക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ. അവിടെയാണ് വോട്ടർ പട്ടികയിൽ അങ്ങനെയുള്ള അപാകതകളുണ്ടെന്ന് ഗൗരവമായിട്ട് സംശയിക്കുന്നുണ്ട്. ഒരുങ്ങി കഴിഞ്ഞില്ല, ഒരുക്കം തുടങ്ങുന്ന കാര്യം ആലോചിക്കാം. ഇല്ല, അതൊക്കെ സമയോചിതമായ തീരുമാനങ്ങൾ എടുക്കും. ശരി, താങ്ക് യു.